Hi, good morning all of you. Today we will start with the forces of constraint. Constraint എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷന് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്ന ാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസ്ട്രൈൻ എന്ന് പറയുന്നത്. വി ആർ ഇമ്പോസിങ് സം റെസ്ട്രിക്ഷൻ ഓർ ലിമിറ്റേഷൻ to the motion of a system, then that is called constraint. നമ്മൾ കൺസ്ട്രൈൻഡ് മോഷൻ എക്സാമ്പിളും പറഞ്ഞു. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് കൺസ്ട്രൈൻഡ് മോഷനാണ്. ആ സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് അതിന്റെ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ we have to impose some limitations or we have to impose some force on it so that it will slide only on the circumference of the circle. ഇങ്ങനെയുള്ള ഫോഴ്സിനെയാണ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് പറയുന്നത്. അതായത് ആ ബോഡിയുടെ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ മോഷന് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ അത് മൂവ് ചെയ്യണമെങ്കിൽ there is a sort of force which acts normally to the direction of motion of the object. നമ്മൾ ആ സ്ലൈഡ് ചെയ്ത് സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ട് എന്ത് ആക്ട് ചെയ്യണം? ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ ആക്ട് ചെയ്യണം. സിമിലർലി അനദർ എക്സാമ്പിൾ ഈസ് എന്താണ്? ഒരു സ്ഫിയറിന്റെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്ന പാർട്ടിക്കിള് അനദർ എക്സാമ്പിൾ ഫോർ കൺസ്ട്രൈൻഡ് മോഷൻ ആണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിള് റിജിഡ് ബോഡി. ഇനേർഷ്യൽ ഫോഴ്സ് ഓഫ് ആക്ഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് ഇൻ എ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ ഇതെന്താണ്? റിജിഡ് ബോഡി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് അതിനകത്ത് രണ്ട് പാർട്ടിക്കിളിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇറ്റ് വോണ്ട് ചേഞ്ച് എനിമോർ. അതിന്റെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെയുള്ള റിജിഡ് ബോഡിയിൽ ഇനേർഷ്യൽ ഫോഴ്സസ് ഓഫ് ആക്ഷൻ ആണ് എന്തായിട്ട് ആക്ഷനും റിയാക്ഷനും ആണ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ ആണ് എങ്കിൽ അതിനകത്ത് കൺസ്ട്രൈൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. നമുക്കറിയാം ആ സ്ട്രിങ് ആണ് അതിനെ ഒരു പൊസിഷനിൽ പിടിച്ചു നിർത്തുക, ആ ബോബിനെ പിടിച്ചു നിർത്തുകയും ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അതിന് കൊടുക്കുകയും ചെയ്യുന്നത് ആ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആണ്. ഇനി ഒരു അബാക്കസിലെ ബീഡ് സ്ലൈഡ് ഓൺ എ വയർ ആണെങ്കിലോ ആ വയറിന്റെ സർഫസിൽ നിന്നും നോർമലായിട്ട് അല്ലെങ്കിൽ ആ വയറിന്റെ നോർമൽ അല്ല, ആ കേസിൽ ആ ബീഡിനെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ആ വയറിൽ തന്നെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി റിയാക്ഷണൽ ഫോഴ്സ് എക്സർട്ട് ബൈ ദ വയറാണ് അവിടെ കൺസ്ട്രൈൻഡ് മോഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സസ് എല്ലാം തന്നെ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ് ആൻഡ് അപ്പിയർ അറ്റ് ദ സർഫസ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ മൂന്ന് പോയിന്റ് നമ്മൾ പറയാണ്. ഈ ഫോഴ്സ് ഓഫ് കോൺസ്ട്രൈൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. സർഫസ് ഓഫ് കോണ്ടാക്റ്റിലാണ് ഇവ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫോഴ്സസ് ഓഫ് കൺസ്ട്രൈനില് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡസൻ ഗീവ് എനി മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദീസ് ഫോഴ്സസ് ഓഫ് കൺസ്ട്രൈൻസ്. ന്യൂട്ടൺ ഒരിക്കലും എന്ത് തരുന്നില്ല? ഈ കൺസ്ട്രൈൻ കൊണ്ടുള്ള ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വഴി ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ നമുക്ക് തരുന്നില്ല. സോ നമുക്ക് എന്ത് വേണം? വേറൊരു മെത്തേഡ് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു ലോ പര്യാപ്തമല്ലാതെ വരുമ്പോഴാണ് വി വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ്, അല്ലെ? അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. എന്താണ് മോഷൻ എന്ന് പറയുന്നത്? കൺസ്ട്രൈൻഡ് മോഷനും ഉണ്ട്, ഫ്രീ പാർട്ടിക്കിൾ മോഷനും ഉണ്ട്. അതിൽ കൺസ്ട്രൈൻഡ് മോഷന് കാരണമാകുന്നത് സം ഫോഴ്സസ് ഓഫ് കൺസ്ട്രൈൻസ് ആണ്. അപ്പൊ ഈ ഫോഴ്സസ് ഓഫ് കൺസ്ട്രൈൻസ് സം എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു എന്താണ് അവിടുത്തെ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ. പിന്നെ അതിന്റെ നേച്ചർ പറഞ്ഞു. ഇറ്റ് ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. പിന്നെ ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് കോണ്ടാക്ട്.
ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഹിൻഡേർഡ് ബൈ ദ കോണ്ടാക്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് അതിന്റെ ഫ്രീ മോഷൻ ഹിൻഡർ ചെയ്യുന്ന ഒരു സർഫസിൽ ഹിൻഡർ ചെയ്യുന്നെങ്കിൽ ആ സർഫസ് ഓഫ് കോണ്ടാക്റ്റിലാണ് കൺസ്ട്രൈൻ മോഷനും ഉണ്ടാവുക. ഇനി ആ കൺസ്ട്രൈൻ മോഷൻ സർഫസിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് എങ്ങോട്ടാണ്? ഇറ്റ് ആക്ട് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു ദ സർഫസ്. എവിടെയാണോ ആ കൺസ്ട്രൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ആ സർഫസിന്റെ ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്? ഈ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഫോഴ്സ് ഉണ്ടാവുന്നെങ്കിൽ അതിന് ദർ വിൽ ബി എ വർക്ക് ഡൺ ഓൾസോ ബൈ ദിസ് ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ ഈ 0 എന്ന് എടുക്കുന്നു. അപ്പൊ ഫോഴ്സ് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ 0 അല്ലാത്ത കേസുകളുണ്ട്. ഇൻ കേസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് അത് ഒരു 0 ആവുന്ന ഒരു കേസ് വരത്തില്ല അവിടെ. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ കൊണ്ട് ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ വർക്ക്ലെസ് കൺസ്ട്രൈന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ കൺസ്ട്രൈൻ. ഓക്കെ, വർക്ക്ലെസ് ഓർ ഐഡിയൽ കൺസ്ട്രൈൻ. ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രൈൻഡ് ഈസ് നോട്ട് considered അല്ലെങ്കിൽ it is equal to 0, then the constraints are termed as workless or ideal constraint. Okay. ഇനി നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 തരത്തിലുണ്ട്: എക്സ്റ്റേണൽ ഓർ അപ്ലൈഡ് ഫോഴ്സസ് ഓർ ഫോഴ്സസ് ഓഫ് കൺസ്ട്രൈൻ, അല്ലേ? അപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ മോഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു ഈച്ച് ആൻഡ് എവറി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ഒബ്ജക്ട് ഷുഡ് ബി ഗ്രാമാറ്റിക്കലി റെപ്രസെന്റഡ്, അല്ലെ? ഗ്രാമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫോഴ്സ് അറിയാണ്ട് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വി വിൽ ഇൻട്രൊഡ്യൂസ് അനദർ അപ്രോച്ച് ആൻഡ് we will remove the force of constraint from the motion. ആ ഒരു മെത്തേഡാണ് ഇനി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി, എങ്ങനെയുള്ള ഡിഫിക്കൽട്ടി? we doesn't know any method to calculate the force of constraint in a usual method of solving the motion. നമ്മൾ ആ ഒരു മോഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂഷ്വൽ മെത്തേഡ് ഉപയോഗിക്കുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ്. ബട്ട് ഹിയർ എന്താണ്? നമുക്ക് ഈച്ച് ആൻഡ് എവറി ഫോഴ്സ് ഷുഡ് ബി നോൺ, അതർവൈസ് ന്യൂട്ടൺസ് ലോ കനോട്ട് ബി ഇംപ്ലൈഡ്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ഡിഫിക്കൽട്ടി എങ്ങനെ മാറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ. ഡിഫിക്കൽട്ടീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കൺസ്ട്രെയിന്റ് ആൻഡ് ദെയർ റിമൂവൽ. ഇനി നമുക്കറിയാം 2 തരത്തിലുള്ള ഡിഫിക്കൽട്ടിയാണ് ഈ കൺസ്ട്രെയിന്റ് നമുക്ക് ഇമ്പോസ് ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ, സപ്പോസ് there are n ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നിന്റെയും മോഷൻ ഇൻഡിപെൻഡന്റ് അല്ല. അങ്ങനെയുള്ള n ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം n ഉള്ളത് കൊണ്ട് തന്നെ ഒരു റണ്ണിങ് ഫാക്ടർ വേണം, അല്ലെ? 1 തൊട്ട് ith പാർട്ടിക്കിൾ വരെ ഈ എന്നിന്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. The force on ith particle is given by ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണ് ith പാർട്ടിക്കിൾ എന്ന്. ഈ ith പാർട്ടിക്കിളിന് മേലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ടോട്ടൽ ഫോഴ്സിന് നമ്മൾ Fi എന്നെടുത്താൽ അതിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സും വരും, ഫോഴ്സ് ഡ്യൂ ടു കൺസ്ട്രൈനും വരും, അല്ലെ? ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് നമ്മൾ Fi എന്ന് എടുത്തിരിക്കുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ, ബിക്കോസ് ദേ ആർ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ. I എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ there will be a J particle which interact on that ith particle. അതുകൊണ്ടാണ് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അല്ലെ? നോൺ ഇന്ററാക്ടിങ് അല്ല ഇവിടെ. അപ്പൊ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ ഇന്ററാക്ഷൻ എടുക്കാൻ വേണ്ടി ith പാർട്ടിക്കിളിന്റെ ഇന്ററാക്ഷൻ ഓവർ jth പാർട്ടിക്കിൾ. അപ്പൊ ഈ ഐയും ജെയും എന്താണ്? റണ്ണിങ് ഫാക്ടേഴ്സ് ആണ്. Okay, we are taking a particular case of ith particle. So the total force acting on this ith particle is the external force acting on the ith particle plus the interaction of jth particle on ith particle. ഈ ജെയിൻ റണ്ണിങ് ആണ്. ഫസ്റ്റ് പാർട്ടിക്കിൾ ഈ ith പാർട്ടിക്കിൾ ഇന്ററാക്ട് ചെയ്യും, സെക്കൻഡ് പാർട്ടിക്കിൾ ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ എന്ത് പാർട്ടിക്കിളും എന്ത് ചെയ്യും? ഈ ith പാർട്ടിക്കിളിനെ ഇന്ററാക്ട് ചെയ്യും. സോ ദിസ് ഈസ് ഓൺലി ദ മോഷൻ, ദ ഫോഴ്സ് വിച്ച് കൺസേൺ വിത്ത് ദ
ith പാർട്ടിക്കിളിന്റെ മാത്രം ഒരു ഫോഴ്സ് ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. അതുപോലെ അപ്പൊ എത്ര ഇക്വേഷൻ വരും? n ഇക്വേഷൻ വിൽ കം. മനസ്സിലായോ? n പാർട്ടിക്കിൾസ് ഉണ്ട് എങ്കിൽ n പാർട്ടിക്കിൾസിന് മേലും ഈ ഇങ്ങനത്തെ ഒരു ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പിടിയിട്ടല്ലോ. അപ്പൊ Fi എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. Fij എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ഓർ ഇന്ററാക്ടിങ് ഫോഴ്സ് ഓർ കൺസ്ട്രൈൻഡ് ഫോഴ്സ്. ഈ ഫോഴ്സ് ആണ് ഈ മോഷനെ കൺസ്ട്രൈൻ ചെയ്യുന്ന. ബാക്കി എല്ലാ പാർട്ടിക്കിൾസും ഈ ith പാർട്ടിക്കിളിനെ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് ദർ വിൽ ബി എ കൺസ്ട്രൈൻ ഓൺ ദ മോഷൻ ഓഫ് ith പാർട്ടിക്കിൾ ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂട്ടന്റെ ലോ ഉപയോഗിക്കുകയാണ്. ടോട്ടൽ ഫോഴ്സിന് നമുക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. R ആണ് ഇവിടുത്തെ ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ് എന്ന് എടുക്കുകയാണ് എങ്കിൽ m ഇൻറ്റു d സ്ക്വയർ r ബൈ dt സ്ക്വയർ. d സ്ക്വയർ r ബൈ dt സ്ക്വയർ വിൽ ഗീവ് ദ ആക്സലറേഷൻ. സോ m ഇൻറ്റു a ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം ഇക്വേഷൻ തന്നെയാണ്. നമുക്കറിയാം ഇവിടെ i ഏത് മുതൽ ഏതുവരെ റൺ ചെയ്യും? 1 മുതൽ n വരെ റൺ ചെയ്യും. Okay, so this is the equation here, and the equation for constraint is in the form f of r1, r2, r3, etc. rn and t is equal to 0. So ഇവിടുത്തെ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻ എന്ന് പറയുന്നത് പൊസിഷൻ കോർഡിനേറ്റിന്റെയും ടൈം കോർഡിനേറ്റിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ് ഈസ് എ ഹോളോണോമിക് കൺസ്ട്രൈൻ ആണ്. Okay, they are not independent also. R1, R2, R3, etc. are coordinates of various particles and no longer all independent. എല്ലാം ഇന്ററാക്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ എഴുതാം, ആൻഡ് ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് ഓവർ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n ഇക്വേഷനും മോഷനും നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഈ ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നത് ith പാർട്ടിക്കിളിന് മാത്രം ഉള്ളതാണ്. സോ അങ്ങനെ n ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ആൻഡ് ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഓൾസോ. മനസ്സിലായോ? അപ്പോ the equations of motions are to be written again taking into consideration the equation of constraint. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ. അപ്പോൾ ഇത് ഒരു ഡിഫിക്കൽട്ടിയാണ്. നമ്മൾ കൺസ്ട്രൈൻറ്റ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ചെയ്ത് 1 മുതൽ n വരെ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഇവിടെ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് എന്താണ് ഒരു ഡിഫിക്കൽട്ടി റിമൂവൽ ആയിട്ട് നമ്മൾ കാണുന്നു. ഒരു ഡിഫിക്കൽട്ടിയാണത്. ബിക്കോസ് n ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് പിന്നെ അതൊരു ഡിഫിക്കൽട്ടി തന്നെയാണ്. n ഇക്വേഷൻസ് അതും കൺസ്ട്രൈൻസും കൂടെ കൺസിഡർ ചെയ്ത് n ഇക്വേഷൻസ് എഴുതുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടിയാണ്. ഇനി സെക്കൻഡ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഈ കൺസ്ട്രൈൻസിന് എന്താ ചെയ്യണമെന്നില്ല, നമുക്ക് അറിയണമെന്നില്ല. ഇപ്പൊ ടെൻഷൻ സ്ട്രിങ്ങിന്റെ കേസിൽ, ഇപ്പൊ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആണ് കൺസ്ട്രൈൻ എങ്കിൽ ഓഫ് കോഴ്സ് വി നോ ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്. നമുക്ക് ടെൻഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഫോഴ്സ് ഓഫ് കൺസ്ട്രൈൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദേ ആർ അൺനോൺ, നമുക്ക് അറിയാത്ത പിന്നെ കൺസ്ട്രൈൻ ആണ്, ഫോഴ്സിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി ഡോണ്ട് നോ, നമുക്ക് കൺസ്ട്രൈൻ ഫോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ മോഷന് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്, കോംപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ് എങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ആണ് എങ്കിൽ നമുക്കറിയാം n എന്ന് പറയുന്നത് നെറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ നമുക്ക് കൺസ്ട്രെയിൻ ഇല്ലാത്തപ്പോൾ ഉള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം 3n ഉം നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന പിന്നെ കൺസ്ട്രെയിൻ m ആണ് എങ്കിൽ now the new degree of freedom n is equal to 3n minus m, where m is the number of equation of constraints in n particles system. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഫിക്കൽട്ടി നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് അറിയില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻ ഡിസപ്പിയർ ചെയ്യുന്നു എന്നൊരു അസംഷൻ നമ്മളിവിടെ പ്രയോഗിക്കും. ഓക്കെ, ആൻഡ് വി നോ ഓൺലി അബൌട്ട് ദ അപ്ലൈഡ് ഫോഴ്സ്. അങ്ങനെയുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഡി ആലംബർട്ട് എന്ന് പറയുന്നത്. അതായത്
if there are forces of constraint in a motion and we do not know the constraint at the starting of the motion, അല്ലെങ്കിൽ from the beginning of the motion, we will consider that the forces of constraint will disappear, and this approach is called D'Alembert's principle. ഇതിനെയാണ് നമ്മൾ D'Alembert's principle എന്ന് പറയുക. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ എൻഡ് ഓഫ് ദ ചാപ്റ്ററിൽ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് we will introduce generalized coordinates. Okay, we will introduce generalized coordinates. എന്താണ് generalized coordinates എന്ന് പറഞ്ഞാൽ? They are independent coordinates sufficient in number to describe completely the state of configuration of a dynamical system. ഒരു മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ അതിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, ഒരു ഇൻസ്റ്റന്റേനിയസ് സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് വേണമോ അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഹിയർ വി ആർ ടേക്കിംഗ് ക്യൂസ് Q1, Q2, Q3, etc. up to Q1 as generalized coordinates, where n is the total number of generalized coordinates. Okay. It is also the minimum number of coordinates needed to describe the motion of the system. അപ്പോൾ അതിന്റെ സ്റ്റേറ്റോ അല്ലെങ്കിൽ അതിന്റെ മോഷനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് വേണമോ അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്, സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് ഒരു കോർഡിനേറ്റ് മാത്രം മതി. ബിക്കോസ് അവിടെ റേഡിയസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അവിടുത്തെ ഇക്വേഷൻ ഓഫ് കൺസ്ട്രൈന്റ് നമ്മൾ പറഞ്ഞതാണ്, r is equal to a or r minus a is equal to 0, where a is the radius of the circle. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മീൻ ഡയമീറ്ററിനെ, ഒരു ഇക്വിലിബ്രിയം മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു ഡയമീറ്ററിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ, ആ സർക്കിളിന്റെ ഡയമീറ്റർ ഏതെങ്കിലും ഒരു ഡയമീറ്ററിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ ആ ഡയമീറ്ററിൽ നിന്നും അതിന്റെ ഈ പാർട്ടിക്കിൾ ഇപ്പോൾ എവിടെയാണോ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതെവിടെയാണോ അതിന്റെ റേഡിയസിനെ വരച്ചതിന് ശേഷം ആ റേഡിയസ് ഈ ഡയമീറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മാത്രം മതി ഇതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെ Q1 = θ എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് മാത്രം മതി ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. സോ അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ഓക്കെ, ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഓൾസോ 1. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സ്ഫിയർ വി നീഡ് 2 ആംഗിൾ. അതായത് പോളാർ കോർഡിനേറ്റിലുള്ള തീറ്റയും അസിമുതൽ ആംഗിൾ ഫൈയും നമുക്ക് വേണം. So the generalized coordinates there is Q1 and Q2, theta and phi. Okay, അപ്പോൾ അങ്ങനെ നമ്മൾ m കൺസ്ട്രൈൻസ് ആണ് ഇതിനകത്തേക്ക് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻസ് എത്ര എണ്ണം വേണം? n is equal to 3n minus m എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത് തന്നെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയും എണ്ണം. അപ്പോൾ ന്യൂ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഓർ ന്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം n is equal to ഓൾഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ ഓൾഡ് കോർഡിനേറ്റ്സിന്റെ കൗണ്ട് മൈനസ് ഇമ്പോസ്ഡ് കൺസ്ട്രൈൻഡ് നമ്പർ. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പൊസിഷൻ കോർഡിനേറ്റിന്റെ കോർഡിനേറ്റ്സ് റെക്ടാങ്കുലറോ സ്ഫെറിക്കലോ സിലിണ്ടറിക്കലോ, അതായത് ഒരു പൊസിഷൻ കോർഡിനേറ്റ് തന്നെ ആയിരിക്കണം ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് നമുക്ക് ശടിക്കാൻ പറ്റില്ല. അതിന് ലെങ്ത്തിന്റെ ഇതാവാം, ലെങ്ത് സ്ക്വയർ ആവാം, ആംഗിൾ ആവാം, എനർജി ആവാം. ഓക്കെ, ഓർ എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി വരെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആവാം. ഓക്കെ, but they should completely describe the state of a system. Whatever may be the dimension of the generalized coordinate, it should completely describe the state of a system. Okay, these n generalized coordinates are not restricted by any constraint. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം m കൺസ്ട്രൈൻസ് ഇമ്പോസ് ചെയ്തതിന് ശേഷം ഓൾഡ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്നും വരുന്ന മൈനസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ n പുതിയ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് നിശ്ചയിക്കുക. ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന് ഒരിക്കലും കൺസ്ട്രൈൻസ് എന്ത് ചെയ്യരുത്, റെസ്ട്രിക്റ്റ് ചെയ്യരുത്.
For a system of n particles ആണ് എങ്കിൽ നമുക്ക് ഒരു ith പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് xi can be taken as a function of all these coordinates, generalized coordinates q1, q2, q3 etc. qn of t. നമുക്ക് ഇത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റും ജനറലൈസ്ഡ് കോർഡിനേറ്റും ഉള്ള ഒരു 1-to-1 പിന്നെ റിലേഷനാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. xi എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ട് എങ്കിൽ ആ xi എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് q1, q2, q3 എക്സെട്ര അപ് ടു qn ആൻഡ് t. ഈ n എന്ന് പറയുന്നത് ന്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം. ലൈക്ക്വൈസ് വൈയും ഇസഡൈയും എഴുതിയിട്ടുണ്ട്. ഇതിനെ xy yi zi എന്ന് പറയുന്ന ഒരു പൊസിഷൻ കോർഡിനേറ്റ് ri ആണല്ലോ. ഓയിൽ ഒറിജിനൽ നിന്നും ആ പാർട്ടിക്കിൾ എവിടെ ഇരിക്കുന്നു അതിന്റെ ഉള്ള പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ri ആണ്. റിയിലെ ആ പർട്ടിക്കുലർ 3-dimensional കോർഡിനേറ്റ്സ് ആണ് xi yi zi എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ri ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് q1, q2, q3 എക്സെട്ര അപ് ടു t എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇഫ് ദ ന്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് n. ഇനി മറ്റൊരു അസംഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നത് പിന്നെ അസംഷൻ അല്ല, സോറി, ഇത് സിൻസ് ഈ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ എല്ലാം ടൈം എന്ന് പറയുന്ന കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതൊരു റിനോണമിക് കൺസ്ട്രെയിൻ ആണ് ആൻഡ് നോട്ട് എ സ്ക്ലെറോണോമിക്. സ്ക്ലെറോണോമിക് എന്ന് പറഞ്ഞാൽ ടൈം ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതിനാണ് സ്ക്ലെറോണോമിക് പറയുന്നത്. പക്ഷെ ഇവിടെ റിനോണോമിക് ആണ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടൈം. ഓക്കെ, ഇഫ് ദർ ഇസ് എൻ എക്സ്പ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഉണ്ട് എങ്കിൽ time dependence, the system is called time dependent illa engil it is called scleronomic. Time dependence ഉണ്ട് എങ്കിൽ it is called റിനോണോമിക്. സ്ക്ലെറോണോമിക് ആണ് എങ്കിൽ നമുക്ക് പൊസിഷൻ കോർഡിനേറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാതെ ഇങ്ങനെ എഴുതാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.